ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള എന്താ വെച്ചാൽ നമ്മളൊരു ഹോസ്പിറ്റൽ വ്ളോഗുമായിട്ട് വന്നതാണ്. നാത്തൂന് ഡെലിവറി ഡേറ്റ് അടുത്തിട്ടുണ്ട്. അപ്പോൾ അവളെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് വീട്ടുകാർ. അപ്പോൾ ഞാനും കൂടെ പോകാമെന്ന് വിചാരിച്ച് ഞാൻ കെട്ടിയോൻ്റെ വീട്ടിൽ നിന്ന് കെട്ടിയോനെയും കുട്ടിയും നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് കുറച്ച് ടൈം എടുക്കും ചെക്കപ്പിനെന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോയി ഫുഡ് കഴിച്ചു ക്യാൻറ്റീനിൽ. ഇതാ പ്രഗ്നൻറ്റ് ലേഡി നല്ല തട്ടലാണ് ഗൈസ്. അങ്ങനെ വീണ്ടും ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബോറടിച്ചപ്പോൾ ക്യാൻഡി ക്രഷോ കളിച്ചു കുറച്ച് നേരം. അത് കഴിഞ്ഞ് നമ്മൾ ലേബർ റൂമിൻ്റെ മുന്നിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ചെക്കപ്പ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യണം, സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ അഡ്മിറ്റ് ആയി. അപ്പോൾ അവളോട് കുറച്ച് നേരം നടക്കാനും സ്റ്റെപ്പ് കയറി ഇറങ്ങാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാത്തൂൻ എന്ന നില ഞാനാണല്ലോ ആത്മവിശ്വാസം അതുപോലെ തന്നെ സപ്പോർട്ടീവായിട്ട് നിൽക്കേണ്ടത്. അപ്പം ഞാൻ ഓളെ പിന്നാലെ ബോട്ടിലും കൈപ്പിടിച്ച് അങ്ങനെ നടന്നു. വെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുക്കാമല്ലോ. മന്ദമായി ഞങ്ങൾ ലേബർ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഭയങ്കര ചെറിയൊരു പെയിന് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ ലേബർ റൂമിലേക്ക് വിട്ടു. അവിടെയാണല്ലോ ഈ സംഭവബഹുലമായ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യും, ലേബർ റൂമിൻ്റെ പുറത്ത് ഞങ്ങളും ലേബർ റൂമിൻ്റെ ഉള്ളിൽ അവളും ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോന്ന് സംസാരിക്കുന്നു. എന്തായിരിക്കും, ഞങ്ങൾക്ക് 23 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളെ വീട്ടിലേക്ക് പുതിയൊരു ബേബി വരുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും അതേപോലെ അതിൻ്റെ സന്തോഷമൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ത്രില്ലിലായിരുന്നു മാഷാ അല്ലാ. അപ്പോൾ നാഫിലി അമ്മായിയൊക്കെ വീട് അറിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ബി.വി ആയി വന്നിക്കണം കഴിച്ചു. എന്താ ബി.വി ആയിക്കണ്? അങ്ങനെ നാഫിയ പുറത്ത് വന്നിട്ടുണ്ട് ഗൈസ്. ഡോക്ടേഴ്സ് വിചാരിച്ച അത്ര ഒരു പെയിനും കാര്യങ്ങളൊന്നും അവൾക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, റൂമിൽ പോയിക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓല് പറഞ്ഞാൽ പിന്നെ അപ്പീലില്ലല്ലോ. അപ്പോൾ പിന്നെ ഓല് പറഞ്ഞത് 10 മണിയാകുമ്പോഴത്തേനൊക്കെ റെഡി ആവും, അപ്പോഴേക്ക് വന്നാൽ മതി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ റൂമിൽ പോയി. നല്ല ടെൻഷനിലാണ്. ഞങ്ങൾ ഭയങ്കര വൈബിലാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ്. ഒരു കൂട്ടം ആൾക്കാരൊക്കെ നാഫിയനെ സപ്പോർട്ടീവായിട്ട് കൂടെയുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങളെല്ലാവരും റൂമിലെത്തി. അവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ റൂമിൽ പോന്നു. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് ഒരു 10 മണിയാകുമ്പോഴത്തേനും ലേബർ റൂമിൽ ചെല്ലാനാണ് പറഞ്ഞത് ഡോക്ടറും നഴ്സുമാരൊക്കെ. അങ്ങനെ എല്ലാവരും അവളങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടെൻഷൻ ആവേണ്ട, ഭയങ്കര മോട്ടിവേഷനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും മെയിനായിട്ട് മോട്ടിവേഷൻ കൊടുക്കുന്നത് ഞാനും നാഫിലേക്കാണ്, നിങ്ങൾക്കറിയാലോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് നേരം കൂടി നടക്കാൻ പറഞ്ഞു. അങ്ങനെ അവൾ നടക്കാൻ പോകാൻ വേണ്ടി ഗെറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അസ്കറുണ്ട്, നാഫിലയുണ്ട്, പിന്നെ ഇല്ല പറഞ്ഞിട്ടില്ല. സ്കൂട്ടറൊക്കെ നോക്കാനോ അന്നോരോ വോയിസ് ഓവർ കൊടുക്കുക. ജ്യൂസോ എന്താ വേണ്ട ചോദിച്ചു. എല്ലാരും അനാറ് മാംഗോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എവഗേഡോ. ചേച്ചി ഇത്തിരി ഫാഷനാ. ഏറ്റവും റേറ്റ് കൂടിയത് എന്താണ്? അസ്കറിൻ്റെ ഓറഞ്ച് ജ്യൂസ് പാളിയിട്ടുണ്ട്. അപ്പോൾ നാഫിലാൻ്റെ അവഗാഡോ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അസ്കറിന് അവഗാഡാണ് ഒന്നുകൂടി പിടിച്ചത്. ഓറഞ്ച് ഒരു വാടിയ ഇതുണ്ടായിരുന്നു. ഞാൻ പിന്നെ പറഞ്ഞത് മാംഗോ മൽബയായിരുന്നു. മാംഗോ മൽബക്ക് എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഫ്രഷ് മാംഗോസാണ്, മാംഗോ സീസൺ ആയതുകൊണ്ട്. അങ്ങനെ ഞാൻ മാംഗോ മൽബയും കഴിച്ചു. നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോകാൻ ഓർഡർ ചെയ്തിരുന്നത് മുസംബി ജ്യൂസ് ആയിരുന്നു. പക്ഷേ അത് പാളിയതുകൊണ്ട് നമ്മൾ മുസംബി ചേഞ്ച് ചെയ്ത് അവഗാഡോ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാംഗോ മൽബ കുടിച്ചിട്ടുള്ള എക്സ്പ്രഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഫ്രഷ് മാംഗോ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ബ്രൗണി പറഞ്ഞിരുന്നു 3 പേർക്കും. ഒന്ന് മതി പറഞ്ഞു. അപ്പം നമ്മളൊരു ബ്രൗണിയാണ് പറഞ്ഞത്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കുറേ ആയി ചില്ലംകുട്ടിലിരിക്കണം കാണുന്നു. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തു. അടിപൊളിയായിരുന്നു, എനിക്കല്ല ഇഷ്ടമായി. കുഴപ്പമുണ്ടായിരുന്നില്ല. ബ്രൗണി വിത്ത് ഐസ്ക്രീമാണെന്ന് തോന്നുന്നു അല്ല അവിടുത്തെ ഒരു സിഗ്നേച്ചർ. ബട്ട് ഞങ്ങളും ബ്രൗണി മാത്രമേ പറഞ്ഞോളൂ, ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓലിക്കുള്ള പാർസലായിട്ട് ഞങ്ങൾ റൂമിൽ പോയി. അടുത്ത ഗെറ്റ് റെഡി വിത്താണ്. 10 മണിയാകുമ്പോഴത്തേനും ലേബർ റൂമിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മുടിയൊക്കെ മുടഞ്ഞു കൊടുക്കുന്നുണ്ട് അവളെ താത്ത. നാഫില അവിടെ അവളെ ഹസ്ബൻഡിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നാഫിയ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ടെൻഷനും കാര്യങ്ങളൊന്നും കാണാനില്ല. ആളിപ്പോൾ ചിരിച്ചുങ്ങാണ്ടൊക്കെയാണ്, എന്നാലും ഉള്ളിൽ കൂടി ചെറിയൊരു കാളലുണ്ടാവും. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ട് എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുക. നാഫിൽ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാഫിലയാണ് ബാക്കി പരിപാടി നോക്കുന്നത് ഗൈസ്.
എനിക്ക് മറ്റേ ഫാൻ ഇടുന്ന മതിയൊന്നുമില്ലേ, ബ്രൈറ്റ് ഫാന്. ഷിറ്റ്. ഓക്കെ അല്ലേ? നിങ്ങൾ തംസപ്പ് കൊടുത്തോളാം. നമ്മളെ പ്രഗ്നന്റ് ലേഡി ലേബർ റൂമിലേക്ക് പോവാണ്. ഞങ്ങളുണ്ട് 5 സെറ്റപ്പായിട്ട് മാമിയവള് തയ്യാറെടുക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ഇൻഷാല്ലാ ഞാൻ മാമിയാവുന്നതായിരിക്കും. മീറ്റോ ഞങ്ങള് നഫിയാനോട് പോട്ടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആദ്യം ലേബർ റൂമിലേക്ക് പോയി എല്ലാം എടുത്തില്ലെന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് ലേബർ റൂമിലേക്ക് പോണത്. അങ്ങനെ ആൾക്ക് ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രിപ്പ് ഇട്ടതൊക്കെയാണ് കയ്യിൽ കാണുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും മന്ദമായി എവിടേക്ക് പോവുകയാണ്? ലേബർ റൂമിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ പോലും അറിയാണ് സമയമായിട്ടില്ല, ഞങ്ങൾ റൂമിൽ പോയിക്കോളിന്ന്. ഇപ്പം എങ്ങനെ ഇരിക്കണ്? അങ്ങനെ ഞാനും നാഫിയും വീണ്ടും റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് നടക്കുന്നത് നല്ലതാണല്ലോ, പക്ഷേ എനിക്കത്ര ഇഷ്ടമായിരുന്നില്ല. കാരണം കൂടെ നടന്നതിനെ ക്ഷീണിച്ചു. അങ്ങനെ രാവിലെ കുടിക്കാനുള്ള മരുന്നും എന്നെ ഏൽപ്പിച്ചും കണ്ടു ഓലെ എൻ്റെ കൂടെ സേഫാക്കി വിട്ടു. അപ്പോൾ ബാക്കി പാർട്ട് 2 കാണാം. പ്രസവിച്ച് എന്ത് കുട്ടിയ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ.